വാട്ടർമാൻ്റെതാണ്. ഏകദേശം 1 ലക്ഷം രൂപയോളം കിട്ടും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വാട്ടർമാൻ ഈ സാധനം ഞാൻ എടുത്തോട്ടാ. അത് വിളിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നോക്കി, ഞാനത് കേട്ടിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് ചേട്ടാ വിളിച്ചു വെച്ചിരിക്കുന്നത് ഈ സാധനം. നമസ്കാരം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേനയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ ഒരു 5 പേനയ്ക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയോളം വിലയുണ്ട്. അങ്ങനെയുള്ള ഇതേപോലെ പേനകൾ മാത്രമല്ല, ഒരുപാട് പുരാവസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം അതിനെ ഒരു ഋതികാക്കുന്ന ഭൂതം പോലെ നോക്കിക്കണ്ട സുരേഷ് ഏട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സുരേഷ് ഏട്ടൻ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ചേട്ടാ ശരിയാണ്, മൗണ്ട് ബ്ലാങ്ക്. ഇതിന്റെ 5 പേന എത്ര വില വരും? ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരും. ഇതെല്ലാം മൊത്തം ക്രോസ് ആണ്. ഒരു പേനയ്ക്ക് 4000-5000 രൂപ വെച്ചാൽ തന്നെ ഇതെല്ലാം ക്രോസ് ആണ്. പിന്നെ വാട്ടർമാൻ ഉണ്ട്, മൗണ്ട് ബ്ലാങ്ക് ഉണ്ട്, വാട്ടർമാൻ ഉണ്ട്, ഷെവേഴ്സ് ഉണ്ട്, പൈലറ്റ് ഉണ്ട്, പിന്നെ ഹീറോ തന്നെ 200 ഹീറോ പേനയുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ചേട്ടൻ എങ്ങനെയാണ് പേനയുടെ കളക്ഷനിലേക്ക്? വളരെ കുട്ടിക്കാലം തൊട്ടേ പേന കളക്ഷനും ഉണ്ടായിരുന്നു. പേനകൾ റിപ്പയർ ചെയ്യൊക്കെ ഉണ്ട്. പിന്നെ ഈ പേനയിലുള്ള ഹോബി കാരണം ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കൈയെഴുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ കാലിഗ്രാഫി ഒരു പുതിയ ഫോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പേന മാത്രമല്ല, കോയിൻസ് ഈ 1902-ലും 5-ലും ഒക്കെ ഉള്ള പേനകൾ എൻ്റെ ഉണ്ട്. ചേട്ടാ, ഇത് ഹീറോ പേന കളക്ഷൻസ് അല്ലേ? ഏകദേശം ഒരു 200-250 എണ്ണം ഉണ്ട്. പല ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണ് ഹീറോ പേന? ഇതിപ്പോ ഒറിജിനൽ ഇത് കിട്ടാനില്ല. ഇല്ല, ഇപ്പൊ വരുന്നതൊക്കെ ലോക്കലാണ്. ഇതെല്ലാം ഹീറോ എഴുതി. പഴയത് നമ്മള് ഏറ്റവും പഴയത് എത്ര വർഷം പഴക്കമുണ്ടാവും? ഇതൊക്കെ ഏകദേശം ഒരു 35-40 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. എല്ലാം ഹീറോയാണ്. പിന്നെ ഈ ചേട്ടൻ എന്താ പറഞ്ഞില്ലേ, എന്തോ ഒരു ഗോൾഡൻ സംഭവമൊക്കെ പറഞ്ഞില്ലേ, ഫുൾ ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച പേനയൊക്കെ പറഞ്ഞില്ലേ, 24 കാരറ്റ് സ്വർണ്ണം എന്ന് പറഞ്ഞത്, അതെന്താണ് കാണിക്കാൻ പറ്റുന്നത്? പഴയ ഓഫീസുകളിലും കോടതികളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതില് മഷി വെച്ചിട്ട് മുക്കി എഴുതുന്ന പേന അതിന്റെ ഉണ്ട്. അതെവിടെയുള്ള പേന? ഇവിടെ ഇരിപ്പുണ്ടത്. എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ഉണ്ട്. ഇത് പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ആൾക്കാർ പോക്കറ്റിലൊക്കെ. അതെ, ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈസ് വാച്ച്. ആച്ചല്ലേ? ഇതിങ്ങനെ പോക്കറ്റിൽ തൂക്കിയിടുന്ന സാധനമാണ്. ഈ മോഡലായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ചത്. അല്ല, പണ്ട് പഴയ മറ്റേ കാശാരെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം പോക്കറ്റ് ഇങ്ങനെ തൂക്കിയിട്ടുള്ളത് കാണാറുണ്ട്. ഹിന്ദി സിനിമകളിൽ. അല്ല, ഗാന്ധിജി ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ട്, കെട്ടിയിട്ടേക്കായിരുന്നു. കോയിൻസ് ഇത് 1902 ഇത് വെള്ളിയാണ്, മൊത്തം വെള്ളിയാണ്, ഫുൾ വെള്ളിയാണ്. 1907 അല്ലേ? വെള്ളി നാണയമുണ്ട്, പഴയ ഓട്ടക്കാശുണ്ട്. ഓട്ടക്കാശുണ്ട്, 1 പൈസയുണ്ട്, പഴയ 5 പൈസ, പഴയ ഇതും പൈസയാണ്. ഇതും 5 പൈസയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും പൈസയാണ്. ഇതും പൈസ ആണല്ലേ? ഈ ഒരു ചെറിയ സാധനം. അതെ, ഇത് കാശാണ്. ഇതും കാശാണ്. കറൻസി കുറെ ഉണ്ട്, അത് എടുത്ത് വെച്ചില്ലേ. അല്ലല്ല, ഇത് ഇല്ല ധാരാളം. ഇത്രയും നമുക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും ഒരുപാട് സാധനം ഉണ്ട് ഇവിടെ. 2 പൈസ. ഇത് കണ്ടില്ല കേട്ടോ. 5 പൈസ കണ്ടിട്ടില്ല, 2 പൈസ കണ്ടിട്ടില്ല. 2 പൈസ. ഒരു പൈസ അലൂമിനിയത്തിന്റെ 1 രൂപ കാണണം, ഒരു 10 പൈസ. ഇതെല്ലാം നമ്മള് ഒരു 80കളിലൊക്കെ ജീവിച്ച് നമുക്കൊക്കെ എല്ലാം അറിയാൻ പറ്റും. 5 പൈസയും 20 പൈസയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതും നാണയമാണ്. ഇതും നാണയമാണ്. ഇത് 1 പൈസ. ഇത് 1 പൈസ. ഇത് 1 പൈസ. അത് 1 പൈസ. ഇത് നമ്മൾ കണ്ടില്ല കേട്ടോ. ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം അപ്രാപ്യമായിരിക്കും. അത് 10 പൈസ. 10 പൈസ അത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് വെച്ചില്ല. ഇതിപ്പോഴേ ഇത് പോയി സിം പോലും ഇട്ടില്ല, പുതിയതാണ്. ഇത് പുതിയ സിം പോലും ഇട്ടില്ല. ഇത് എത്ര വർഷം പഴക്കം? ഇതിപ്പോഴും പുതിയതായിട്ട് ഒരാൾ കൊണ്ടുവന്ന് ബാറ്ററി ചാർജ് ചെയ്തില്ല. ഒരു ഓണത്തിന് ഈ പേനകൾ കൊണ്ട് അത്തപ്പൂക്കളം ഇട്ട സുരേഷ് ചേട്ടൻ്റെ വാർത്തയൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധത്തിന് ശേഷമാണ് ചേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിയത്. ചേട്ടാ, ഇപ്പോഴും എനിക്ക് ആ സാധനം കാണിച്ചു തന്നില്ല. ഫുൾ ഗോൾഡ് ആയിട്ടൊരു സ്വർണ്ണം പേനുണ്ടെന്ന് പറഞ്ഞു. വാട്ടർമാൻ്റെതാണ്. ഏകദേശം 1 ലക്ഷം രൂപയോളം കിട്ടും എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വാട്ടർമാൻ. ഓക്കെ. ജർമ്മനി. ഫുള്ള് ഗോൾഡാണ്. ഫുള്ള് ഗോൾഡ് എന്ന് വെച്ചാൽ
ഫ്ലാറ്റ് എന്ന് പറയാൻ നോക്കില്ല, ഫുള്ള് ഗോൾഡ് ആകുമ്പോൾ ഏകദേശം 5 പവൻ വരും. ആ ഇത് നിബ് എല്ലാം ഗോൾഡ്, കംപ്ലീറ്റ് ഗോൾഡിട്ടാണ്. ഫുള്ള് ഇത് ഒരു വർഷം ഇങ്ക് നിറയ്ക്കുന്നത് എല്ലാം ഗോൾഡാണ്. ആ പിന്നെ ഇത് ഏകദേശം 1905-ലോ 10-ലോ ഉള്ളതാണ്. ഇത് മഷി നിറയ്ക്കുന്നത് ഇങ്ങനെ, ഇത് ഇങ്ങനെ ഞെക്കും, എന്നിട്ട് വിടുമ്പോൾ മഷി കയറും. ഇത് പാർക്കറുമാണ്, ആദ്യത്തെ പാർക്കറാണ്. ഈ സീസ് ഇതുണ്ട പാർക്കർ, ഫസ്റ്റ് പാർക്കറാണ് ആദ്യത്തെ പാർക്കർ. 45 എന്നൊക്കെ പറയുന്നത് 45-ലൊക്കെ ഇറങ്ങിയതാണ്. പാർക്കർ 50, പാർക്കർ 60. ഇത് പാർക്കർ ഫസ്റ്റിലെ പാർക്കറാണിത്. ഇത് സാധാ പാർക്കറാണ്. പാർക്കർ പണ്ട് ഈ മോഡൽ അല്ലായിരുന്നല്ലേ, വേറെ പാർക്കറിന്റെ കാണണം. പാർക്കറിന്റെ കളക്ഷൻസ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സാധനം ഞാൻ എടുത്തോട്ടാ, അത് വിളിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നോക്കി, ഞാനത് കേട്ടിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് ചേട്ടാ ഒളിച്ചു വെച്ചേക്കാണ് ഈ സാധനം. ഇവിടെ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സുരേഷേൻ്റെ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഏകദേശം 100 വർഷം പിറകിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവമാണ് എനിക്കുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ ടെലിഫോൺ, പഴയ ടെലിഫോൺ, ഇതൊക്കെ പഴയ ടെലിഫോണല്ലേ ചേട്ടാ? ടെലിഫോണാണ്. ഈ റേഡിയോ ഒക്കെ ഒരുപാട് പഴക്കമുണ്ട്. ഒരുപാട് പഴക്കമാണ്. ഞാൻ ഇത് കണ്ടിട്ട് തന്നെ ഏകദേശം ഒരു 50 വർഷമായിട്ട് ഞാൻ കണ്ട റേഡിയോയാണ്. ഒരു വീട്ടിൽ ഇരുന്നത് അവരുടെ അടുത്ത് ആഗ്രഹിച്ച് കൊടുത്ത് അവരുടെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ട് വന്നു. അല്ല, ഇങ്ങനെയാണ് ഇങ്ങനൊരു പുരാവസ്തുക്കളോട് ഒരു പുരാവസ്തു, ഒരു വെറൈറ്റി പേന തന്നെ മീൻസ് അത് അതുപോലെ തന്നെ കഥാപ്രസംഗം, സാംബശിവന്റെ ഏകദേശം എല്ലാ കഥാപ്രസംഗം ഉണ്ട്. ഇപ്പോൾ ഉള്ളതിൽ ഇട്ട് കേൾപ്പിച്ചു തരാം.